ഖദീജ എന്നിട്ടുള്ള ഈ ഒരു നോവൽ വായിക്കുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ മനസ്സിൽ തോന്നിയത് അബൂക്കയുടെ ഖദീജ അല്ലെങ്കിൽ ഖദീജയുടെ അബൂക്ക ഇതൊക്കെയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്നറിയോ, ആദ്യം ബുക്കൊന്നും വായിക്കാത്ത അല്ലിയുടെ വാക്കുകളിൽ കേട്ടറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പുസ്തകം തേടിയെത്തുന്നത് കേട്ടോ. അതും സെലക്റ്റീവായിട്ട് മാത്രം വായിക്കുകയും വളരെ കുറച്ച് മാത്രം വായിക്കുകയും ചെയ്യുന്ന അല്ലിയുടെ കണ്ണിൽ ആ ഒരു തിളക്കം ഈ പുസ്തകം വായിച്ചപ്പോൾ കണ്ടപ്പോൾ ഉള്ളതിൻ്റെ അർത്ഥാനന്തര അർത്ഥങ്ങളും തേടിപ്പോയ എനിക്ക് കിട്ടിയ മറുപടിയാണ് കേട്ടോ. വാവുന്നും അടിപൊളിയെന്നും അതിനപ്പുറത്തെ ഓസെന്നും എല്ലാം തന്നെ പതിവില് വിപരീതമായിട്ട് ഞാനിവിടെ പറയുന്നത് അതൊന്നുമല്ല കേട്ടോ. അതിനൊക്കെ അപ്പുറം ആത്മാവിൻ്റെ ഉള്ളറകിൽ കയറിയിരുന്ന് അറിയാതെ ഒരു കുശുമ്പ്, ഒരു അസൂയ എല്ലാം ഖദീജയോട് അറിയാതെ തോന്നിപ്പോകുന്ന ഒരു വികാരം ഉണ്ടല്ലോ, ഒരു അടിപൊളി വികാരം. അതാണ് കേട്ടോ. മാഷാ അല്ലാ, അങ്ങനെ ഒരു വ്യക്തി ഒരു പക്ഷേ അബൂക്ക നമ്മുടെ എല്ലാ ലൈഫിലും ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു ഖദീജയുടെ അബൂക്കയുടെ ഒരു സ്റ്റോറി. സ്നേഹത്തിന് വിവാഹജീവിതത്തിനപ്പുറം ഒരു മനോഹരമായിട്ടുള്ള ഒരു ഭാഗം ഉണ്ടെന്ന് ഈ നോവല് പറയും. അത്രയും മനോഹരമായിട്ട് സ്നേഹിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അബൂക്കയുടെ അൺകണ്ടീഷണലായിട്ടുള്ള ലവ് ചെയ്യാൻ ഖദീജക്ക് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അബൂക്ക എന്ന വ്യക്തിത്വം തന്നെയാണ് കേട്ടോ. ഒരു പക്ഷെ അബൂക്കയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹു മാറ്റി വെച്ചതാണ് ഖദീജയെ. അതെ, ചേരേണ്ടതേ ചേരാവൂ. ആയിഷയ്ക്ക് മുന്നിൽ സതുദ്ദേശം വെളിപ്പെടുത്താൻ പറ്റാതെ വന്നതും ആയിഷ മറ്റൊരാൾക്ക് ഭാര്യയാകുന്നതും വിധി എന്ന് പറയുമ്പോൾ നിനക്കതിലേറെ മനോഹരമായതിനെ അള്ളാഹു മാറ്റി വെച്ചതിനാലാണ് നൽകാൻ വേണ്ടി മാറ്റി വെച്ചതാണ് ഖദീജ എന്ന് അബൂക്ക ഖദീജയോട് പറയുമ്പോൾ പണ്ടെങ്ങോ മറിഞ്ഞു പോയ നമ്മുടെ ഓർമ്മകൾ മാത്രം നിലനിൽക്കുന്ന ആ ഒരു ഖദീജ ഉണ്ടല്ലോ, മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജ റളിയല്ലാഹു അൻഹ. ശരിക്കും ഈ ഒരു നാമം അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു നാമം ഈ ഒരു നോവലിന് വന്നു ചേർന്നത്. അതെ, അത്രയും പവിത്രമായൊരു ദാമ്പത്യത്തെ ഖദീജ എന്ന നോവലിന് അപ്പുറത്തേക്ക് എന്താ വിളിക്കേണ്ടത് അല്ലേ? അതെ, നമ്മളെല്ലാവരും സത്യത്തിൽ നമ്മുടെ ഇടയിലെല്ലാം ഇതുപോലെ ഒരുപാട് ഖദീജയും അബൂക്കയും ആശയും എല്ലാം ഉണ്ടാവും അല്ലേ? എന്നാൽ എത്ര പേര് ഒരുമിച്ച് ചേരേണ്ട സ്ഥലത്ത് തന്നെ ഒരുമിച്ച് ചേരലുണ്ടാവും. അതെല്ലാം പഠിച്ചുകൊണ്ടൊരു വിധിയാണല്ലേ. ഇൻഷാ അല്ലാ, ഏറ്റവും മനോഹരമായ ബന്ധങ്ങൾ അത് ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളറകളിൽ നിന്ന് വരുന്നതാണ്. ഒരു പക്ഷേ കിട്ടാതെ പോകുന്ന, നടക്കാതെ പോകുന്ന, പലതിനും പിന്നാലെ പോകാതെ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുന്നതിലല്ലേ ഒരുവൻ്റെ ഏറ്റവും വലിയ ജീവിത വിജയം. ദ ബ്യൂട്ടിഫുൾ സ്റ്റോറി അബൌട്ട് ലവ്. ഇത്രമാത്രം സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി ജീവിതത്തിലുണ്ടായാൽ ആരെങ്കിലും അവരുടെ ജീവിതശേഷം തനിച്ചായി എന്ന് തോന്നലുണ്ടാകുമോ അല്ലേ? സ്നേഹത്തിന് ഒറ്റ മുഖമേ ഉള്ളൂ, അത് സ്നേഹം മാത്രം.